നാടകം ഇത്തവണ ഓണത്തിന്റെ പ്രത്യേകത നമ്മൾ പല ദിവസങ്ങളിലും കൊടുക്കുന്നുണ്ട്. നാടകം ചെണ്ടുമല്ലിപ്പൂവാണ്. ചെണ്ടുമല്ലിപ്പൂ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ജില്ലകളിലും പൂക്കൃഷി നടക്കുന്നുണ്ട്. കുടുംബശ്രീകളുടെയൊക്കെ നേതൃത്വത്തിലാണ്. ഏക്കർ കണക്കിന് ചെണ്ടുമല്ലികൾ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. അത്തരത്തിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്ക് കായംകുളം പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് വളപ്പും ചെണ്ടുമല്ലി ചന്തത്തിൽ തിളങ്ങുകയാണ്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള 100 കണക്കിന് ചെണ്ടുമല്ലി ചെടികളാണ് ഒരേക്കറിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഫാർമേഴ്സ് ബാങ്കിന്റെ പൂക്കാലം പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ചെയ്തത്. സഹകരണ മേഖലയിൽ പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ആദ്യമായാണ് ഇത്രയും വലിയ രീതിയിൽ പൂക്കൃഷി ചെയ്തതെന്നും ഓർഡർ അനുസരിച്ചാണ് വിപണനമെന്നും ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി പറഞ്ഞു. ആദ്യമായിട്ട് നമ്മളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കണം. അതൊരു വൻ വിജയമായി തന്നെ തുടക്കത്തിൽ എനിക്കൊരു ആശയം ഉണ്ടായിരുന്നു. ഇത് ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ അതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ള ഒരു വലിയ ഇതായിരുന്നു. അതായത് ദൈവം സഹായിച്ച് നമ്മളിത് ചെടി നട്ടത് തന്നെ നല്ലൊരു സമയമായിരുന്നു. അതുകൊണ്ട് അത് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിച്ചു. പൊന്നോണത്തെ വരവേൽക്കാൻ ഗുരുവായൂർ നഗരസഭയും ചെണ്ടുമല്ലി കൃഷി നടത്തി. പുഷ്പനഗരം പുഷ്പകൃഷിയുടെ ഭാഗമായായിരുന്നു കൃഷി ഇറക്കിയത്. 25 ക്ലസ്റ്ററുകളിലായി 20,000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ കൊട്ടാരക്കരയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പൂക്കൾ വാങ്ങാൻ ആളുകൾ എത്താത്തതിനാൽ വ്യവസായം പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 10 ദിവസമാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. പൂക്കടക്കാരുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഓണം ചിങ്ങം പിറന്നാലേ ഈ ചിങ്ങം തൊട്ട് ഈ ഓണം വരെ വലിയ ആവേശമാണ്. പക്ഷെ ഈ ഒരു വർഷത്ത് വന്നിട്ട് അതൊന്നും ഞങ്ങൾ ഒരു വർഷത്തെ പ്രതീക്ഷയാ ഓണം. പക്ഷെ അതിങ്ങനെ എന്താന്ന് പറയാനൊന്നും ഒരു അന്തരീക്ഷമല്ല. ന്യൂസ് 18 ആലപ്പുഴ.